ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നഷ്ടക്കാരിൽപ്പെടാത്ത മനുഷ്യരുടെ 4 സവിശേഷതകൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഹക്കുകൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരാണവർ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ ഭൂരിഭാഗവും തുടർന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അലസതയും അലംഭാവവും അശ്രദ്ധയും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഹക്കുകൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത്? അംറു ബിൽ മഅറൂഫി വനഹ അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ച കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി സഹജീവികളോട് പ്രബോധനം നടത്തുക എന്നുള്ളതാണ്. അത്തരം പ്രബോധനത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുക, പരസ്പരം ഉപദേശിക്കുക എന്നുള്ളതുമാണ്. സഹോദരന്മാരെ, പ്രബോധന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നഷ്ടക്കാരിൽ പെടാത്ത മനുഷ്യർ ഉൾപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അത്തരം വിജയിച്ച മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.